10th ഫ്ലോറിൽ എത്തിയിട്ടാണ് ഇത് സംഭവം നടക്കുന്നത്. അപ്പോൾ റിയ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും എന്താണ്, പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്, പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് ഉള്ളിലോട്ട് അടിക്കുകയാണ്. അപ്പോൾ റിയ പെട്ടെന്ന് ടെൻസ്ഡ് ആയിട്ട് റിയ അടുത്ത് നിൽക്കുന്ന ഈ പുള്ളിക്കാരനെ നോക്കുകയാണ്, ഈ ലിഫ്റ്റ് ഓപ്പറേറ്ററിനെ നോക്കുകയാണ്. അപ്പോൾ റിയ ലിഫ്റ്റ് മാനെ നോക്കുമ്പോൾ കാണുന്നത് ഈ പുള്ളിക്കാരൻ്റെ കഴുത്ത് ഒടിഞ്ഞിരിക്കുന്നതാണ്. അതായത് ഈ പുള്ളിക്കാരൻ്റെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞിട്ട് ട്വിസ്റ്റായിട്ട് ചരിഞ്ഞിരിക്കുന്നതാണ് റിയ കാണുന്നത്. റിയ പെട്ടെന്ന് പേടിച്ചിട്ട് ലിഫ്റ്റിൻ്റെ ഒരു കോർണറിലോട്ട് മാറി നിൽക്കുകയാണ്. ഈ ലിഫ്റ്റ് മാൻ അപ്പോഴും റിയെ നോക്കുന്നില്ല. ഡോറ് പകുതി തുറന്നിരിപ്പുണ്ടല്ലോ, ലിഫ്റ്റ് മാൻ അതിലേക്കൂടെ ഇറങ്ങി അങ്ങ് പുറത്തോട്ട് പോകും. റിയ പെട്ടെന്ന് പേടിച്ചിട്ട് ഈ ലിഫ്റ്റിന്റെ ക്ലോസ് ബട്ടൺ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, കാരണം ലിഫ്റ്റ് അവിടെ സ്റ്റക്ക് ആയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു 2-3 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും ആരും ഇങ്ങനെ നടക്കുന്ന സൗണ്ട് അടുത്തോട്ട് വരുന്നതായിട്ട് റിയയ്ക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ പുറത്തോട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ, മൊത്തം ഇരുട്ടല്ലേ, അപ്പോൾ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിയ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ആരും ഇങ്ങനെ നമ്മളിങ്ങനെ ഇഴച്ചഴിച്ച് നടക്കുമല്ലോ, അങ്ങനെ ഒരു സൗണ്ട് അടുത്തോട്ട് വരുന്നതായിട്ട് റിയയ്ക്ക് കേൾക്കാൻ പറ്റും. റിയ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലിഫ്റ്റിൻ്റെ ഡോർ ഉണ്ടല്ലോ, ഡോറിൻ്റെ തൊട്ട് പുറത്ത് ഈ ലിഫ്റ്റ് മാൻ പിന്നെയും വന്ന് നിൽക്കുന്നതാണ് റിയ കാണുന്നത്. ലിഫ്റ്റ് മാൻ്റെ കഴുത്ത് പിന്നെ ഇങ്ങനെ ഒടിഞ്ഞ് ട്വിസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ സമയം പക്ഷേ ലിഫ്റ്റ് മാൻ റിയയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്രീപ്പി സ്മൈലോട് കൂടി റിയയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റ് മാൻ. റിയ പെട്ടെന്ന് വല്ലാണ്ടങ്ങ് പേടിച്ചിട്ട് ആ ലിഫ്റ്റിലുള്ള എല്ലാ ബട്ടണും പ്രസ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു ബട്ടൺ അമർത്തി എങ്ങനെയെങ്കിലും ആ ഡോറൊന്ന് അടഞ്ഞ് ഏതെങ്കിലും ഒരു ഫ്ലോറിൽ ചെന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് റിയ അങ്ങനെയാണ് വിചാരിക്കുന്നത്.